ഹലോ. അപ്പോൾ ബിഗ് ബോസിൽ ഇന്ന് നോമിനേഷൻ ഒരു പുതിയ സിസ്റ്റം പരീക്ഷിച്ച ദിവസമായിരുന്നു. ബിഗ് ബോസ് വിചാരിച്ചു എല്ലാവരും അത്ര സ്നേഹത്തിലൊന്നും കഴിയണ്ട, ഇവരെ ഒന്ന് പരസ്പരം തമ്മിലെടുപ്പിക്കാം. ആ രീതിയിൽ തന്നെയാണ് ജോഡികളെ സെലക്ട് ചെയ്തത്. അപ്പോൾ അതിലേക്ക് വരുന്നതിന് മുമ്പ് രാവിലെ തന്നെ സിജോയ്ക്ക് കംപ്ലൈൻ്റ് ആണ് ജാസ്മിൻ്റെ കുളി. മുമ്പ് ജാസ്മിൻ കുളിക്കാതിരുന്നതിനായിരുന്നു കംപ്ലൈൻറ്റ്. ജാസ്മിന് വൃത്തിയില്ല, ജാസ്മിൻ കുളിക്കുന്നില്ല എന്നൊക്കെയായിരുന്നു കംപ്ലൈൻറ്റ്. ഇപ്പോൾ കുളിക്കാതിരുന്ന ജാസ്മിൻ കുളിച്ചപ്പോൾ ആ കുളിയെ പറ്റി കംപ്ലൈൻ്റ് ആയി. എന്ത് ചെയ്യാനാ, നാട്ടുകാരുടെ ഒരു പ്രശ്നങ്ങളെ. ജാസ്മിൻ കുളിക്കാൻ കൂടുതൽ നേരം എടുക്കുന്നു, അപ്പോൾ വരി നിന്ന് മടുത്തു എന്നാണ് സിജോയുടെ അഭിപ്രായം. ജാസ്മിൻ മാത്രമല്ല, നോറയും ഉണ്ട്. നോറ ദിവസവും കുളിക്കുന്ന ആളാണ്, എന്നിട്ടും എന്തിനാണ് ഇത്രയും സമയം എടുക്കുന്നതെന്ന് അറിയത്തില്ല. ജാസ്മിൻ ആണെങ്കിൽ 2 ദിവസം കൂടുമ്പോൾ 1 കിലോ മറ്റോ ആണ് കുളിക്കുന്നത്. അപ്പോൾ തേച്ചൊരച്ച് കഴിയേണ്ടി വരും, അപ്പോൾ ടൈം കൂടുതൽ എടുക്കും എന്ന് വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം. ഇപ്പോൾ നോറയ്ക്ക് എന്തിനാണ് ഇത്രയും സമയം എടുക്കുന്നതെന്ന് നോറയോട് തന്നെ ചോദിക്കേണ്ടി വരും. അപ്പോൾ സിജോ കംപ്ലൈൻറ്റ് കൊടുക്കുന്നത് ഇന്നു മുതൽ ക്യാപ്റ്റനാകാൻ പോകുന്ന നന്ദനയ്ക്കാണ്. അപ്പോൾ നന്ദന ഒരു ചൈൽഡിഷ് ആയിട്ടുള്ള വ്യക്തിയാണ്, കുറച്ച് ഓവർ ആണ്, കുറച്ച് ഹൈപ്പർ ആക്റ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള വ്യക്തിയാണ് നന്ദന. അപ്പോൾ നന്ദന എങ്ങനെയാണ് ക്യാപ്റ്റൻസി കൈകാര്യം ചെയ്യാൻ പോകുന്നത് എന്ന് കണ്ടു തന്നെ അറിയണം. അപ്പോൾ നന്ദനയ്ക്ക് ക്യാപ്റ്റൻസി ടാസ്ക് ക്യാപ്റ്റൻസി സ്ഥാനം കഴിഞ്ഞ ക്യാപ്റ്റനായിരുന്ന ഋഷി ഹാൻഡ് ഓവർ ചെയ്തു, കയ്യിൽ ബാൻഡൊക്കെ കെട്ടിക്കൊടുത്ത്. എന്തായാലും നന്ദന സന്തോഷത്തോടെ അത് സ്വീകരിച്ചു. അതിനുശേഷം ടീമുകളെ ഡിവൈഡ് ചെയ്തത് വലിയ തിരക്കേടില്ലാതെയാണെന്ന് തോന്നുന്നു. നന്ദന അറിഞ്ഞുകൊണ്ടാണോ എന്നറിയത്തില്ല, ജിൻഡോയും റസ്മിനെ ഒരുമിച്ചാണ് ഇട്ടത്. രണ്ടുപേരും ശത്രുക്കളാണ്. റസ്മിൻ്റെ ഉള്ളിൽ ഇപ്പോഴും ജിൻഡോയ്ക്കെതിരെ ഉള്ള ഫീലിങ്സ് ഉണ്ട്. ജിൻഡോയ്ക്കും റസ്മിനോട് വലിയ താല്പര്യമില്ല. ജിൻഡോയിനെ ആരോട് ഇട്ടാലും ജിൻഡോ ഹാൻഡിൽ ചെയ്തോളൂ. ജിൻഡോ എവിടെയും ജീവിക്കാൻ കഴിയും എന്ന് തെളിയിച്ച വ്യക്തിയാണ്. ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലൂടെ പലതരത്തിലുള്ള ജീവിതം കണ്ടു വളർന്ന വ്യക്തിയാണ്. കഷ്ടപ്പാടുകളിൽ നിന്ന് വളർന്നു വരുന്ന ഒരാൾക്ക് എവിടെയും എങ്ങനെയും ജീവിക്കാൻ പറ്റും എന്നുള്ള യാഥാർത്ഥ്യം തന്നെയാണ്. അപ്പോൾ ജിൻഡോയും റസ്മിനെയും ഒരുമിച്ചാണ് ഇട്ടത്. താമര കിടക്കയിൽ കിടക്കണമെന്ന് ആഗ്രഹിച്ച ശ്രീധുവിന് താമര കിടക്കയിൽ കിടക്കാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ തൽക്കാലം പീപ്പിൾസ് റൂമിൽ അല്ലെങ്കിൽ കിച്ചൺ ടീമിലാണ് ശ്രീധുള്ളത്. അപ്പോൾ കിച്ചൺ ടീമിന് തന്നെ നന്ദന എന്തായാലും പീപ്പിൾസ് റൂം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്ദനോട് ഇന്നലെ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായെന്ന് തോന്നുന്നു. എന്തായാലും അതിനെപ്പറ്റി അർജുൻ ശ്രീധുവിന് ക്ലാസ് എടുക്കുന്നുണ്ടായിരുന്നു. ഈ വീട്ടിലുള്ളവരോട് നിങ്ങൾക്ക് എന്ത് കാര്യമാണ് കൂടുതൽ ആഗ്രഹം എന്ന് പറഞ്ഞാൽ അതിനെ തിരിച്ച് മറ്റുള്ളവർ റിയാക്ട് ചെയ്യുക എന്നുള്ളതാണ്. അത് വീട്ടിലെന്നല്ല, എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും കാര്യം അതിയായ ആഗ്രഹം ഉണ്ടെങ്കിൽ പലപ്പോഴും അത് നടക്കാൻ സാധ്യതയില്ല എന്നാണ് ഞാൻ കണ്ടേക്കുന്നത്. അതായത് നമുക്ക് ഇത് ഇന്ന രീതിയിൽ കിട്ടും, അപ്പോൾ ഇങ്ങനെ ചെയ്യാമെന്നൊക്കെ കുറേ പ്ലാൻ ചെയ്ത് ചെല്ലുമ്പോഴായിരിക്കും അത് നടക്കാതിരിക്കുന്നത്. അല്ലെങ്കിൽ ദൈവം തന്നെ അങ്ങ് ഡിസ്പോസ് ചെയ്യുന്നത്. മാൻ പ്രപ്പോസസ് ഗോഡ് ഡിസ്പോസസ് എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ പലപ്പോഴും എനിക്ക് നേരിട്ടിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ശ്രീധുവിനോട് അർജുൻ പറയുന്നുണ്ട്, അങ്ങനെ കൂടുതൽ ആഗ്രഹമുണ്ടെന്ന് ഒരിക്കലും ഇവരെ മുമ്പ് വെച്ച് പ്രകടിപ്പിക്കരുത്. അവരത് പിന്നെ തരാതിരിക്കും, അവരതിന് നെഗറ്റീവായിട്ടായിരിക്കും അവർ റിയാക്ട് ചെയ്യുന്നത്. എന്തായാലും നന്ദന അങ്ങനെ ചെയ്തില്ല. നന്ദന ആദ്യം എന്തൊക്കെയോ തിരിച്ചൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ എന്തായാലും നന്ദന ആ റൂം ശ്രീധുവിൻ്റെ ടീം, അതായത് ശ്രീധു ഉൾപ്പെടുന്ന കിച്ചൺ ടീമിന് തന്നെ കൊടുത്തു. അതിനൊക്കെ ശേഷമാണ് നന്ദനയുടെ വക ഒരു സ്പീച്ചൊക്കെ വന്നത്. അപ്പം നന്ദന പറയുന്നത് ഇപ്പോൾ ക്ലീനിങ് ടീം, അതായത് വെസൽ ക്ലീനിങ്ങിലുള്ളത് നമ്മുടെ ജിൻഡോയും ലക്ഷ്മണുമാണല്ലോ. അവർ തന്നെയാണ് ഡൈനിങ് ടേബിളും ക്ലീൻ ചെയ്യേണ്ടത്. അപ്പം ഡൈനിങ് ടേബിളിൽ എന്തെങ്കിലും വേസ്റ്റ് അല്ലെങ്കിൽ അഴുക്ക് കിടപ്പുണ്ടെങ്കിൽ, എച്ചിൽ കിടപ്പുണ്ടെങ്കിൽ അത് നിങ്ങൾ എൻഷുർ ചെയ്യണം. ആരാണ് ഇട്ടിട്ട് പോയത് അവർ ക്ലീൻ ചെയ്യുന്നുണ്ടെന്ന്. അവർ ക്ലീൻ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ക്ലീൻ ചെയ്യേണ്ടി വരും. നിങ്ങൾ ത്രൂ ഔട്ട് ദ ഡേ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും എന്നാണ് നന്ദന പറഞ്ഞത്. അതുപോലെ തന്നെ ബാത്റൂം ടീമിനോടും അത് തന്നെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സിജോ സായി അടങ്ങുന്ന ബാത്റൂം ടീം, സിജോ സായി അപ്സര, അവരുടെ ബാത്റൂം ടീമിനോടും ഇത് പറഞ്ഞു. അവിടെ അഴുക്കുണ്ടെങ്കിൽ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. അങ്ങനെ കുറേ എല്ലാവർക്കും പണിഷ്മെന്റ് കൊടുക്കും. അങ്ങനെ ശക്തയായ ഒരു ക്യാപ്റ്റനായിരിക്കും എന്നാണ് നന്ദന പറയുന്നത്. പക്ഷേ നന്ദന മറക്കാതിരിക്കേണ്ട ഒരു കാര്യം, നന്ദന ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഇവരൊരു സ്കൂൾ കുട്ടികളല്ല. എത്ര ആണ് നിങ്ങൾ പണിഷ്മെന്റ് കൊടുക്കുന്നത്? ആ പണിഷ്മെന്റ് അവർ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? അതിനൊരു ലിമിറ്റേഷൻ ഇല്ലേ? ബിഗ് ബോസ് പറയുമായിരിക്കും, ബിഗ് ബോസ് വാർണിംഗ് കൊടുക്കുമായിരിക്കും. പക്ഷേ അത് എത്രയെന്ന് വെച്ചാണ് വാർണിംഗ് കൊടുക്കുന്നത്? ബിഗ് ബോസും പലപ്പോഴും ഇടപെടില്ല. കാരണം ബിഗ് ബോസിനും ആവശ്യം ഇത്തരം ഫ്രിക്ഷൻസ് ഉണ്ടാകും. അപ്പോൾ സാബുവും ശ്വേതയും വന്ന് പറഞ്ഞിട്ട് പോയി ഞങ്ങൾ അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു. അത് എപ്പോഴും ഒരു ക്ലാസ് കഴിയുമ്പോൾ നമ്മൾ ടീച്ചർമാർ പറയാറുണ്ടല്ലോ, ഈ ഡിവിഷനാണ് അല്ലെങ്കിൽ ഈ ക്ലാസ്സാണ് ഏറ്റവും ബെസ്റ്റ്, ഇനി കഴിഞ്ഞ വർഷത്തെ നിങ്ങളുടെ സീനിയർ എത്ര നല്ലവരായിരുന്നു. അത് എപ്പോഴും സംഭവിക്കുന്നതാണ്. യഥാർത്ഥത്തിൽ ആ സീനിയർ നമ്മുടെ ഡിവിഷനിൽ നമ്മുടെ ക്ലാസ്സിലായിരുന്നപ്പോൾ അവരും തരികിട തന്നെയായിരുന്നു. ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ പലരും ടീച്ചേഴ്സും പറയും നല്ല കുട്ടികളായിരുന്നു എന്ന്. അടുത്ത് വരുന്നവരെ ചൂണ്ടിക്കാണിക്കും, അന്നുണ്ടായിരുന്ന സ്റ്റുഡൻസ് നല്ലതായിരുന്നു, കഴിഞ്ഞ വർഷത്തെ സ്റ്റുഡൻസ് നല്ലതായിരുന്നു, അങ്ങനെ പറയും. അത് നോർമൽ കാര്യമാണ്.
അപ്പോൾ ഈ നന്ദന പറയുന്നത് എല്ലാവർക്കും പണിഷ്മെന്റ് കൊടുക്കും, അത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെയാണ്. അങ്ങനെ പണിഷ്മെന്റ് കൊടുക്കലൊന്നും അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. ആ പണിഷ്മെന്റ് ഏറ്റെടുത്ത് ചെയ്താലല്ലേ നന്ദന പണിഷ്മെന്റ് കൊടുക്കൂ. അതിനൊക്കെ ഒരു ലിമിറ്റേഷൻ ഇല്ലേ? അപ്പോൾ നന്ദന പറയുന്ന പോലെ എല്ലാം ചെയ്യാനിരിക്കുന്നവരല്ലല്ലോ അവരും മെച്യൂർഡ് ആയിട്ടുള്ള ആൾക്കാരാണ്, അവരും മുതിർന്ന ആൾക്കാരാണ്. അങ്ങനെയൊന്നും പണിഷ്മെന്റ് കൊടുക്കലൊന്നും നടക്കില്ല. പിന്നെ പവർ ടീം എന്നൊരു സംഭവം അബോളിഷ് ആയതിനു ശേഷം ഇപ്പോൾ എല്ലാ പവറും എല്ലാ അധികാരവും ക്യാപ്റ്റന്റെ കയ്യിലാണ്. ക്യാപ്റ്റന് പണിഷ്മെന്റ് കൊടുക്കാം, ക്യാപ്റ്റന് ഓരോരുത്തരുടെയും ഡ്യൂട്ടി തീരുമാനിക്കാൻ, നോമിനേഷൻ ഫ്രീയും ക്യാപ്റ്റന് മാത്രമാണ്. ഞാൻ വിചാരിച്ചിരുന്നത് പവർ ടീം അബോളിഷ് ചെയ്യുമ്പോൾ, ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ പവർ ടീം അബോളിഷ് ചെയ്യണം, അല്ലെങ്കിൽ അവരുടെ അധികാരങ്ങൾ ഇരിക്കട്ടെ, പക്ഷെ അവർ നോമിനേഷൻ ഫ്രീ എന്നുള്ള സംഭവം ഇല്ലാതാക്കണമെന്ന്. കാരണം ഈ നോമിനേഷൻ ഫ്രീ എന്നുള്ള സംഭവം വരുമ്പോഴാണ് അവർക്ക് എന്ത് ചെയ്യാം എന്നുള്ളത് വരുന്നത്. അങ്ങനെയുള്ളപ്പോഴാണ് വീക്കായിട്ടുള്ള കണ്ടസ്റ്റൻസ് പോലും ആ പവർ ടീമിൽ കണ്ടിന്യൂ ചെയ്യുന്നത്. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മുടെ ശരണ്യയും ശ്രീരേഖയും ഔട്ടായി. ഇന്നലെ ശ്രീരേഖ, മെനഞ്ഞാന്ന് ശരണ്യ ഔട്ടായി. ഈ പവർ ടീം എന്നൊരു കൺസെപ്റ്റ് ഇല്ലായിരുന്നെങ്കിൽ അവർ 63 ദിവസം നിൽക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അവർ രണ്ടുപേരും അത്ര സ്ട്രോങ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസ് അല്ലായിരുന്നു. അവർക്ക് രണ്ടുപേർക്കും 63 ദിവസം തുടരാൻ വേണ്ട പെർഫോമൻസ് ഉണ്ടായിരുന്നു എന്ന് ഞാൻ കരുതുന്നില്ല. അവർക്ക് ജനങ്ങളുടെ കയ്യിൽ കിട്ടാത്തത് കൊണ്ട് മാത്രമാണ് അവർ ഇത്രയും ദിവസം നിന്നതെന്നാണ് ഞാൻ കരുതുന്നത്. ജനങ്ങളുടെ കയ്യിൽ കിട്ടിയ ആദ്യ ദിവസം തന്നെ ഇവർ ഔട്ടായി ഏകദേശം എന്നാണ് ഞാൻ കരുതുന്നത്. ഇതിനു മുമ്പ് തന്നെ ശരണ്യ ഔട്ടായിരുന്നു. ശരണ്യ ജാൻമണി ഒരു തവണ ഔട്ടായിരുന്നു. അത്തവണ എവിക്ഷൻ ഫ്രീ ആയതുകൊണ്ട് മാത്രമാണ് ശരണ്യ തിരിച്ചു കയറിയത്. അപ്പോൾ ഈ പവർ ടീം എന്നുള്ള കൺസെപ്റ്റ് വളരെ റോങ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. കാരണം വീക്കായിട്ടുള്ളവർ ആ പവർ ടീമിൽ അവർ കളിക്കാതെയെങ്കിലും പവർ ടീമിൽ കയറി കഴിഞ്ഞാൽ പിന്നെ അവർ നോമിനേഷൻ ഫ്രീ ആകും എന്നതായിരുന്നു അതിൻ്റെ പ്രശ്നം. എന്തായാലും ഇന്നത്തെ നോമിനേഷൻ വളരെ വ്യത്യസ്തമായിരുന്നു. ആദ്യം പറഞ്ഞതുപോലെ തന്നെ കീരിയും പാമ്പിനെയും ഒരുമിച്ചാണ് ഓരോ സെറ്റായിട്ടാണ് നോമിനേഷൻ വിളിപ്പിച്ചത്. രണ്ടുപേരെ വെച്ച് വിളിച്ചു. അത് എന്നിട്ട് അവർ പരസ്പരം നോമിനേറ്റ്, നിങ്ങൾ ഒരാൾ നോമിനേറ്റ് ചെയ്യപ്പെടും. അഥവാ രണ്ടുപേർക്കും തീരുമാനത്തിലെത്താൻ സാധിച്ചില്ല എങ്കിൽ, ഒരാൾക്ക് മറ്റൊരാളെ അനുനയിപ്പിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ രണ്ടുപേരും നോമിനേറ്റഡ് ആവും എന്ന് പറഞ്ഞു. ആദ്യം വന്നത് നമ്മുടെ ജാസ്മിനും അഭിഷേകുമാണ് ആദ്യം വന്നത്. രണ്ടുപേരും നോമിനേറ്റഡ് ആയി. അങ്ങനെ വന്ന് ഏറ്റവും രസകരമായി തോന്നിയ 2-3 നോമിനേഷൻസ് ഉണ്ടായിരുന്നു. ഒന്ന് ജിൻഡോയും അർജുനും. അപ്പോൾ വെളിയിൽ നിന്ന് ജാസ്മിൻ കമൻ്ററി പറയുന്നുണ്ട്, അവർ തമ്മിൽ അടിയായി കാണും, മൈക്ക് പൊട്ടിച്ച് കാണും, അങ്ങനെ ആവും ഇങ്ങനെ ആവും. പക്ഷേ ഇവർ രണ്ടുപേരും വളരെ സമാധാനപൂർവ്വമാണ് കളിച്ചത്, സമാധാനപൂർവ്വമാണ് നോമിനേഷനിൽ വന്നിരുന്നത്. വളരെ മെച്യൂർഡ് ആയിട്ടുള്ള ബിഹേവിയർ ആയിരുന്നു. രണ്ടുപേരും കാര്യങ്ങൾ പറഞ്ഞു. അവസാനം രണ്ടുപേരും നോമിനേറ്റഡ് ആയി. ശരിയാണ്, എന്തിനാണ് വഴക്കുണ്ടാക്കിയിട്ട് എന്ത് കാര്യം? അവിടെ റിസൾട്ടും കിട്ടില്ല എന്ന് അവർക്കറിയാം. ഒരാൾ മറ്റൊരാളെ തെറി പറഞ്ഞാലോ നീ നോമിനേറ്റ് ആവുമെന്ന് പറഞ്ഞാൽ ആവില്ല. അതിൻ്റെ ആവശ്യം എന്താണ്? അയാൾ മറ്റേയാളും തിരിച്ചു പറയും നീ നോമിനേറ്റഡ് ആവാൻ. എന്തിനാണ് വഴക്കുണ്ടാക്കി? വെറുതെ സമയം കളയുന്നത്, വെറുതെ എനർജി കളയുന്നത്, വെറുതെ BP ഷൂട്ടപ്പ് ചെയ്യുന്നത്. അവർ നല്ല രസമായിട്ട് തന്നെ കളിച്ചു. ഏറ്റവും കോമഡി ആയിട്ട് തോന്നിയത് നമ്മുടെ അപ്സര ഋഷി നോമിനേഷനായിരുന്നു. ഋഷി അപ്സര പറയുന്നത് കേൾക്കാതെ കണ്ടിന്യൂസ്ലി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്സരയും പറയാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അത്രയൊന്നും പറ്റുന്നില്ല. അത്രയൊന്നും ഫ്ലോ അപ്സരയ്ക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. എങ്കിലും പറയുന്നുണ്ടായിരുന്നു. ഋഷി ഒന്നാമത്തെ ആഴ്ച മുതലുള്ള എന്തൊക്കെയോ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഋഷിയുടെ ഉള്ളിൽ തറച്ച കാര്യങ്ങളാണ് അതൊന്നും ഇതുവരെ ഋഷിയെടുത്ത് മാറ്റിയിട്ടില്ല. ഇപ്പോഴും ഉള്ളിൽ തറഞ്ഞു തന്നെ കിടക്കുകയാണ് ഋഷിയുടെ. അപ്പോൾ അതുകൊണ്ട് ഋഷി കണ്ടിന്യൂസ്ലി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവസാനം രണ്ടുപേരും നോമിനേറ്റഡ് ആയി. ഏറ്റവും രസമായിട്ട് തോന്നി അവിടെ നോമിനേഷനായിരുന്നു. ദെൻ അൻസിബ നോറ വന്നപ്പോൾ നോറ കാര്യങ്ങൾ പറഞ്ഞു. നോറ ഈ ജാസ്മിൻ്റെ മറ്റു ഇഷ്യൂ ഒക്കെയാണ് പറഞ്ഞത്. എന്തായാലും അൻസി പറഞ്ഞു ഓക്കെ ഐ അഗ്രി. അങ്ങനെ അൻസിബ നോമിനേറ്റഡ് ആയി. അതിനുശേഷം ഈ നോമിനേറ്റഡ് ആൾക്കാരുടെ ലിസ്റ്റ് പറയുമ്പോൾ ഋഷി അൻസിബയോട് ചോദിക്കുന്നുണ്ടായിരുന്നു, നീ എന്തിനാണ് അവളെ സേവ് ചെയ്തത്? നീ എന്തുകൊണ്ടാണ് അവളെ നോമിനേറ്റ് ചെയ്യാത്തത് എന്ന് അവൻ ചോദിക്കുന്നുണ്ടായിരുന്നു. ഋഷിക്ക് എന്താണ് ഇത്ര പ്രശ്നമെന്ന് അറിയത്തില്ല. അൻസിബ ഒരു സിസ്റ്റർലി അഫെക്ഷൻ ഉള്ളതുകൊണ്ടായിരിക്കും. എന്തായാലും നോറെ നോമിനേറ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ലല്ലോ. അൻസിബ ഏറ്റെടുത്തു, അത്രയേ ഉള്ളൂ. അപ്പോൾ റസ്മിൻ യെല്ലോ കാർഡ് കിട്ടിയോണ്ട് പെർമനൻ്റ്ലി നോമിനേറ്റഡ് ആണ്. സായിക്ക് നമ്മുടെ ഡയമണ്ട് കിട്ടിയോണ്ട് സായി സേവ്ഡ് ആണ്. നന്ദന ക്യാപ്റ്റനാണ്. നന്ദനയും നോമിനേഷൻ ഫ്രീ ആണ് ഈ ആഴ്ചത്തേക്ക്. അപ്പോൾ ഇവർ രണ്ടുപേരും വിളിച്ചിട്ട് ഇവർക്ക് രണ്ടുപേർക്കും ഒരാളെ സേവ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു. ഞാൻ കരുതിയത് ഇവർ അപ്സരയെ സേവ് ചെയ്യുമെന്നാണ്. കാരണം അപ്സരയുമായിട്ടാണ് ഇവർ ഇത്രയും ഗെയിം എല്ലാം കളിച്ചുകൊണ്ടിരുന്ന ടീം. അവരുടെ ടണൽ ടീമായിരുന്നല്ലോ. ശരണ്യ ഉണ്ടായിരുന്നു. ശരണ്യ പുറത്തു പോയതിനു ശേഷം ഇവർ 3 പേരായിരുന്നു ടണൽ ടീമിലുണ്ടായിരുന്നത്. എന്തായാലും അപ്പോൾ അപ്സരയായിട്ട് ഒരു റാപ്പോർട്ട് ഉണ്ടായി കാണും. അപ്പോൾ അപ്സരയെ സേവ് ചെയ്യുമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ ഇവർ സേവ് ചെയ്തത് സിജോയാണ്. സിജോയെ സേവ് ചെയ്യാൻ പറഞ്ഞ കാര്യം കറക്റ്റ് തന്നെയാണ്. കാരണം സിജോയ്ക്ക് സപ്പോർട്ടുണ്ട് പുറത്തുനിന്ന്. എന്തായാലും സിജോ നോമിനേഷനിലാണെങ്കിലും സേവ് ചെയ്യപ്പെടും. അതിനേക്കാളും നല്ലത് നമ്മൾ തന്നെ സേവ് ചെയ്യാം എന്നുള്ള രീതിയിലാണ് അവർ സിജോയെ സേവ് ചെയ്തത്.
അപ്പോൾ നോമിനേഷനിൽ ഒട്ടുമിക്ക പേരും വന്നിട്ടുണ്ട്. അതിൽ സേവ്ഡ് ആയത് നോറ, സായി, നന്ദന, സിജു, ഇങ്ങനെ 4 പേർ സേവ്ഡായി. ബാക്കി ഉള്ളവരെല്ലാം നോമിനേഷനിൽ വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കണക്കൂട്ടലുകൾ ശരിയാണെങ്കിൽ റസ്മിൻ പുറത്തു പോകാൻ സാധ്യതയുണ്ട്, അൻസിബ പുറത്തു പോകാൻ സാധ്യതയുണ്ട്. ഇവരിൽ 2 പേരിൽ ഒരാളോ അല്ലെങ്കിൽ 2 പേര് വേണമെങ്കിലും പുറത്തു പോകാം. ഇനിയും 63 ദിവസമായല്ലോ, ഇനി 37 ദിവസമേ ബാക്കിയുള്ളൂ. അതായത് ഒരു 5 ആഴ്ച, ഒരു 5 ആഴ്ചയെ ബാക്കിയുള്ളൂ. അപ്പോൾ 2 പേർ വേണമെങ്കിലും പുറത്തു പോകാം. ചിലപ്പോൾ ഒരാൾ പുറത്തു പോവുകയാണെങ്കിൽ ഈ അൻസിബ അല്ലെങ്കിൽ റസ്മിന് ഒരാൾ പുറത്തു പോകുമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ അർജുനും ശ്രീതു ഒക്കെ അവിടെ ഉണ്ടാവേണ്ടത് ബിഗ് ബോസിനെയും കൂടെ ആവശ്യമാണ്. കാരണം ഒരു റൊമാൻറ്റിക് ആംഗിൾ ആവശ്യമുണ്ട് എന്നുള്ളതാണ് സത്യം. ഒരു കണ്ണിനൊരു കുളിർമയും കൂടെ വേണമല്ലോ. അപ്പോൾ ജാസ്മിൻ ആണെങ്കിൽ ഇപ്പോഴും നെക്സ്റ്റ് ടീമിൽ അല്ലെങ്കിൽ നെക്സ്റ്റ് റൂമിൽ കിടക്കുന്നതുകൊണ്ട് ഭയങ്കര സന്തോഷത്തിലാണ്. ദിവസവും ഗബ്രിയുടെ ഫോട്ടോ നോക്കി കാര്യം പറയലാണ് കക്ഷിയുടെ വിനോദോപാധി. അപ്പോൾ ദിവസവും അത് നടക്കുന്നുണ്ട്, കരയുന്നുണ്ട്, കാര്യങ്ങൾ പറയുന്നുണ്ട്. അന്ന് സാബു വന്നിട്ട് ഗബ്രിയുടെ കുറച്ച് ഐറ്റംസ് ജാസ്മിൻ്റെ കയ്യിലുണ്ടായിരുന്നത് തിരിച്ചു വെപ്പിച്ചായിരുന്നു സ്റ്റോർ റൂമിൽ. അപ്പോൾ ഞാൻ കരുതി ഗബ്രിയെ വിട്ട് കാണുമെന്ന്. പക്ഷേ ഗബ്രിയെ വിട്ടിട്ടില്ല. അപ്പോൾ സാബു നല്ല രീതിയിൽ ഉപദേശിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഒറ്റയ്ക്കാണ് വന്നത്, യുദ്ധത്തിന് ഒറ്റയ്ക്കാണ് വന്നത്, മറ്റുള്ള ആരെ സപ്പോർട്ടില്ല, നിങ്ങൾ ഒറ്റയ്ക്ക് തന്നെ യുദ്ധം ചെയ്യണമെന്ന്. പക്ഷേ ഒറ്റയ്ക്ക് യുദ്ധം ചെയ്യാൻ താല്പര്യമില്ലാഞ്ഞിട്ടാണോ അതോ ഗബ്രി ഫാൻസിൻ്റെ സപ്പോർട്ടും കൂടെ കിട്ടും എന്ന് പ്രതീക്ഷിച്ചിട്ടാണോ അതോ ഈ സെൻറ്റിമെൻറ്റ്സ് കാണുമ്പോൾ ആൾക്കാർ കൂടുതൽ സപ്പോർട്ട് ചെയ്യും എന്ന് കരുതിയിട്ടാണ്? എന്തായാലും എല്ലാം കൂടെ ചേർന്നിട്ടായിരിക്കും ചിലപ്പോൾ. എന്തായാലും ജാസ്മിൻ ഗബ്രിയുടെ ഫോട്ടോ വിട്ടുള്ള ഒരു കളിയുമില്ല. പേരൻസിൻ്റെയും കുടുംബത്തിൻ്റെയും ഫോട്ടോ എടുത്ത് വെച്ച് നോക്കി കരയുന്നത് ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ. ചിലപ്പോൾ കരയുന്നുണ്ടാവും, നമ്മളെ കാണിക്കാത്തതാവും. എന്തായാലും ജാസ്മിൻ ഗബ്രിയുടെ ഫോട്ടോ എടുത്ത് വെച്ച് കരയുന്നുണ്ട്. പക്ഷേ ജാസ്മിൻ മറന്നുപോയ ഒരു കാര്യം, ഇന്ന് യഥാർത്ഥത്തിൽ ജാസ്മിനും അഭിഷേകുമായിട്ട് നോമിനേഷനിൽ പോയപ്പോൾ ജാസ്മിൻ ഡയറക്റ്റ്ലി പറയേണ്ടതായിരുന്നു, എന്നെ നോമിനേറ്റ് ചെയ്തോളൂ അല്ലെങ്കിൽ ഞാൻ നോമിനേറ്റ് ആവാൻ തയ്യാറാണെന്ന്. കാരണം ഗബ്രി പോയ ആഴ്ച പറയുന്നുണ്ടായിരുന്നു ഗബ്രി സീക്രട്ട് റൂമിലാണെങ്കിൽ അടുത്ത ആഴ്ച വരും, അതല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ആഴ്ച എനിക്ക് വീട്ടിൽ പോകണം എന്ന് കട്ടായം പറഞ്ഞ ആളാണ് ജാസ്മിൻ. അങ്ങനെയുള്ള ജാസ്മിൻ ഇപ്പോൾ നോമിനേഷനിൽ വരാതിരിക്കാൻ വേണ്ടി കിടന്ന് ഫൈറ്റ് ചെയ്ത് കാണുമ്പോഴാണ് കോമഡി. അതേ ജാസ്മിൻ പോയി അത് കഴിഞ്ഞിട്ട് ഗബ്രിയുടെ ഫോട്ടോ വെച്ച് നോക്കി കരയുകയും കാര്യം പറയുകയും ചെയ്യുമ്പോൾ അതിലും വലിയ കോമഡി. എന്തെല്ലാമാണല്ലേ, നാടകമേ ഉലകം. ഈ ആഴ്ച ഫാമിലി വീക്കാണ്, ഫാമിലീസൊക്കെ വരുന്നുണ്ട്. എങ്ങനെയാവും ഫാമിലീസ് വരുമ്പോൾ എന്നുള്ളത് നമുക്ക് നോക്കാം. മിക്കവാറും കുറേ സെൻറ്റിമെൻ്റൽ സീൻസും ഇഷ്യൂസും ഒക്കെ ഉണ്ടാവും. കുറച്ച് സെൻറ്റിമെൻറ്റ്സ് ഒക്കെ കാണിക്കുമ്പോൾ കുറച്ച് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുമായിരിക്കും. എനിക്ക് അത്ര താല്പര്യം തോന്നാറില്ല. ഈ കുറച്ച് ബോറിംഗ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് ഈ ഫാമിലി വീക്ക് എന്നുള്ള സംഭവം. കഴിഞ്ഞ സീസണിൽ അഖിൽ മാരാറിൻ്റെ ഫാമിലി വന്ന എപ്പിസോഡ് വളരെ രസമായിട്ട് തോന്നിയായിരുന്നു. അതിന് TRPയും വളരെയധികം കിട്ടിയ ഒരു എപ്പിസോഡാണത്. ബേസിക്കലി ആ നമ്മുടെ ഷിക്കാരി ശംഭൂലെ പാട്ടുമൊക്കെ ആയിട്ട് ഭയങ്കര ഒരു ഫീലായിരുന്നു അതിന് തന്നത്. അഖിൽ മാരാറിനെ ഏറെക്കുറെ എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടപ്പെട്ട് അതിൻ്റെ ഫാനിസത്തിൻ്റെ മൂർധന്യാവസ്ഥയിൽ നിൽക്കുന്ന സമയത്താണ് ആ സംഭവം ഫാമിലി ഡേ വന്നത്, ഫാമിലി വീക്ക് വന്നത്. അതും കൂടെ കൊണ്ടാണ് ആ എപ്പിസോഡ് ഭയങ്കര റീച്ച് കിട്ടിയ എപ്പിസോഡായിരുന്നു. അപ്പോൾ ഈ ആഴ്ചത്തെ ഫാമിലി വീക്കിൽ ഏതൊക്കെ ഫാമിലിയാണ് വരുന്നത്, എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ തന്നെ വരാം. താങ്ക് യു.